ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ കിച്ചണിൽ കയറി അടിയുണ്ടാക്കി സിമ്പതി പിടിച്ചു പറ്റി ഇതുവരെ നിന്നു പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് അനുമോൾ അല്ലാതെ വേറെ ഉണ്ടാകാൻ സാധ്യതയില്ല. അത് ഈ ഒരു സീസണിൽ മാത്രമല്ല, ബിഗ് ബോസിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ഒരു കണ്ടന്റിന് വേണ്ടി കിച്ചണിൽ കയറി പറ്റുകയും കിച്ചണിൽ കിടന്ന് അടി ഉണ്ടാക്കി ആ ഒരു അടി തനിക്ക് നേരെ ഒരു ആക്രമണമാക്കി മാറ്റുകയും പ്രേക്ഷക സിമ്പതി പിടിച്ചു പറ്റി മുന്നോട്ട് പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് എനിക്ക് തോന്നുന്നില്ല വേറൊരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ഉണ്ടാകുമെന്ന്. അനുമോൾ ഈ ഒരു സീസണിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കണ്ടന്റുകളും ഇല്ല. അനുമോളെ സംബന്ധിച്ച് ആകെയുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് വന്ന സമയത്ത് ആ ഒരു പ്ലാച്ചിയും അതുപോലെ തന്നെ കുറച്ച് കുൽസിത കണ്ടന്റുകളും മാത്രമായിരുന്നു അനുമോളുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതിന്റെ ഇടയ്ക്ക് കിച്ചണിൽ കയറി കഴിഞ്ഞാൽ കിച്ചണിൽ അടി ഉണ്ടാക്കുക, അല്ലെങ്കിൽ കിച്ചണിൽ നേരെ ഫുഡ് കൊടുക്കാതിരിക്കുക, നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കിയാൽ പോലും മറ്റുള്ളവർക്ക് അത് കൊടുക്കാതെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സമയത്ത് പല ന്യായങ്ങളും എല്ലാത്തിന്റെയും ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ എല്ലാത്തിന്റെയും അധികാരം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടും ഓവർ ഷോ കാണിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ മൊത്തം എല്ലാ കണ്ടസ്റ്റൻസിനും ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചെയ്ത് എല്ലാവരെയും ആട്ടി ഓടിച്ച് ഒരു പുച്ഛഭാവത്തോടു കൂടി എല്ലാവരും പെരുമാറി അവരുടെയൊക്കെ ഒരു വെറുപ്പും ദേഷ്യം സമ്പാദിച്ച് അവരെല്ലാം കൂടെ അത് തനിക്ക് നേരെ തിരിക്കുന്നതും തനിക്ക് നേരെ ഒരു ചോദ്യവുമായി വന്ന് തനിക്ക് നേരെ ഒരു പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് വരെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് നീങ്ങുക എന്നതായിരുന്നു അനുമോളുടെ ഒരു സ്ട്രാറ്റജി. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായതുകൊണ്ട് തന്നെ അത് എല്ലാവരും കൂടെ കൂടി ചേർന്ന് അനുമോളെ ഒറ്റപ്പെടുത്തുന്നതും അനുമോൾക്കെതിരെ തിരിയുന്നതുമായി ഒരു ടോപ്പിക്കായി മാറും. അത് നമ്മളൊരു വിഷ്വൽ ഇതിലേക്ക് മാറുകയും, അല്ലെങ്കിൽ നമ്മുടെ എപ്പിസോഡിലാണെന്നുണ്ടെങ്കിൽ ലൈവിലാണെന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് കണ്ടില്ലെങ്കിൽ കാണുന്നവർ വിചാരിക്കുന്നത് എല്ലാവരും കൂടെ കൂടി അനുമോളെ ഒറ്റപ്പെടുത്തുന്നു, അനുമോളൊന്നും പ്രത്യേകിച്ച് ചെയ്യാതെ തന്നെ എല്ലാവരും കൂടെ കൂടി അനുമോളെ ഉപദ്രവിക്കുന്നു, ദ്രോഹിക്കുന്നു, അനുമോളെ അവിടെ ഒറ്റപ്പെടുത്തി കോർണർ ചെയ്യുന്നു എന്ന രീതിയിലേക്കൊക്കെ മാറ്റിയിട്ട് അനുമോളുടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന PR ടീംസ് ആ ഒരു ക്ലിപ്പും കാര്യങ്ങളും ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ചടപറ അങ്ങോട്ട് പോസ്റ്റ് ചെയ്ത് സിമ്പതി പിടിച്ചു പറ്റുക എന്നൊരു തന്ത്രം തുടക്കം മുതൽ അനുമോള് പയറ്റിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. അത് കിച്ചണിന്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റു പല കാര്യങ്ങളിലും അതുപോലെയൊക്കെ തന്നെയാണ്. കരഞ്ഞ് നിലവിളിച്ച് സിമ്പതി പിടിച്ചു പറ്റി തന്നെയാണ് അനുമോൾ ഇതുവരെയും വന്നിരിക്കുന്നത്. മറ്റ് കണ്ടന്റുകളോ നിലപാടുകളോ ഗെയിമുകളോ സ്ട്രാറ്റജികളോ അഭിപ്രായങ്ങളോ ഒന്നും തന്നെ അനുമോളെ സംബന്ധിച്ച് ഈ ഒരു സീസൺ ഇല്ല. സ്വന്തമായി ഒരു എന്താ പറയുന്ന നിലവാരമുള്ള കണ്ടന്റുകളും അനുമോളുടെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല. ആവശ്യമുള്ളപ്പം കിച്ചൺ ടീമിൽ കയറി അവിടെ അടി ഉണ്ടാക്കി അത് സിമ്പതി പിടിച്ചു പറ്റി മുന്നോട്ട് പോവുക. ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്ന. ഒരു കിച്ചൺ ടീമിലും ഇതുവരെയും നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടില്ല. എല്ലാ കിച്ചൺ ടീമിലും കയറി വന്ന് 2 ദിവസത്തിനുള്ളിൽ അവിടുന്ന് അടി കൂടി അവിടുന്ന് ഒന്നെങ്കിൽ കിച്ചൺ ടീമിൽ നിന്ന് അവർ തന്നെ പുറത്താക്കും, അല്ലെങ്കിൽ സ്വയം കിച്ചൺ ടീമിൽ നിന്ന് മാറിപ്പോകും. അതല്ലാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്ത് സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് ആ ഒരാഴ്ച നല്ല രീതിയിൽ അനുമോളെ സംബന്ധിച്ച് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഈ ഒരു പ്രശ്നങ്ങൾ നടന്നതാണ്. ലാസ്റ്റ് എന്നിട്ട് കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ ഷാനവാസ് ആയിരുന്ന സമയത്ത് കൂടി കിച്ചൺ ടീമിൽ നിന്ന് ഇറങ്ങി പോവുകയും അതിന് പകരം നമ്മുടെ നെവിൻ കയറി നല്ല രീതിയിൽ ആ ഒരു കിച്ചണും കാര്യങ്ങളും കൊണ്ടുപോവുകയും നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അനുമോള് പറഞ്ഞു പിന്നീട് ഇനി ഒരവസരത്തിൽ കിച്ചണിലേക്ക് കയറില്ല, ഇതോടെ കൂടി നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരാഴ്ചയിൽ നമ്മുടെ നെവിൻ, അക്ബർ, ആര്യൻ എന്നിവരൊക്കെ ആയിരുന്നു ക്യാപ്റ്റന്മാരായിരുന്നു. ആ ഒരു സമയത്ത് നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. ഈ ഒരു ആഴ്ചയിൽ നൂറ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ നൈസായിട്ട് ആ ഒരു ഗ്യാപ്പിൽ വീണ്ടും കിച്ചൺ ടീമിലേക്ക് കയറി വന്ന് ഈ ഒരു സീസൺ അവസാനിക്കാൻ പോവുകയാണ്. ഇനി ഒരാഴ്ച കൂടി മാത്രമേ ബാക്കിയുള്ളൂ, അല്ലെങ്കിൽ 2 ആഴ്ച കൂടി മാത്രമേ ശരിക്കും ബാക്കിയുള്ളൂ. സോ അവസാന ഘട്ടം തന്റെ അടുക്കളയിൽ കിടന്നുള്ള നാടകത്തിന് അനുമോള് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്നത്തോടെ ആ കിച്ചണിലെ പ്രശ്നങ്ങൾ, രാവിലെ തന്നെ ആദിലയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സാബുമാനുമായിട്ട് ഓരോ പ്രശ്നങ്ങൾ, മറ്റ് കണ്ടസ്റ്റൻസുമായിട്ട് ഓരോ പ്രശ്നങ്ങൾ, അവര് തമാശയ്ക്ക് എടുത്ത് അല്ലെങ്കിൽ തമാശയ്ക്ക് പറയുന്ന പല കാര്യങ്ങളും സീരിയസ് ആയി എടുത്തിട്ട് അതെല്ലാം വെച്ചുകൊണ്ട് മുൻപോട്ട് മറ്റു പല കാര്യങ്ങളിലും ഫുഡ് നേരെ കൊടുക്കാതിരിക്കുകയും ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഞാൻ കൊടുത്തോളാം എന്നുള്ള വാശി പിടിപ്പിക്കുകയും അതുപോലെ തന്നെ കൊടുക്കുന്ന അളവിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും കുറച്ച് മാറ്റി വെക്കുകയും അത് പിന്നീട് കൊടുക്കാനാണെന്ന് പറയുകയും എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കേണ്ട സാധനങ്ങൾ അത് ഞാൻ പിന്നീട് കൊടുക്കും, ഇന്ന രീതിയിലേ കൊടുക്കുകയുള്ളൂ, സൗകര്യത്തിനനുസരിച്ചാണ് കൊടുക്കുകയുള്ളൂ എന്നുള്ള സ്വന്തമായിട്ടുള്ള നിലപാടുകളും റൂൾസുകളും ഒക്കെ പറഞ്ഞ് മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന രീതി രാവിലെ തന്നെ തുടങ്ങിയിരുന്നു. കിച്ചൺ ടീം ക്യാപ്റ്റനായിട്ടുള്ള സാബുവാണ് ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടതെന്ന നല്ല ബോധ്യം അനുമോൾക്കുമുണ്ട്. എന്നാൽ സ്വന്തമായിട്ട് എല്ലാ തീരുമാനങ്ങളും എടുത്ത് തന്നിഷ്ടപ്രകാരം ഓരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കി. മറ്റുള്ളവർ ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിലാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ ഇന്നത്തെ ആ ഒരു കിച്ചൺ ഇഷ്യൂവിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ പോലും
പോലും അത് മെജോറിറ്റി അത് അനുമോള് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. കിച്ചണിൽ ഒരു പ്രശ്നം ഉണ്ടാവണം, അവരെല്ലാം തനിക്ക് നേരെ തിരിയണം, എല്ലാവരും തന്നെ കോർണർ ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ വരുത്തി തീർക്കണം. എന്നാൽ മാത്രമേ ഈ ഒരാഴ്ച ഒരു സിമ്പതി പിടിച്ചു പറ്റി മുന്നോട്ട് പോകാനും കുറച്ച് ഒറ്റപ്പെടൽ നാടകങ്ങളൊക്കെ നടത്തി പ്രേക്ഷക സിമ്പതി നേടിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം കുറെ പ്രേക്ഷകരുണ്ടല്ലോ സിമ്പതി വോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ക്ലിപ്പായിട്ട് പരത്താൻ PR ഏജൻസിക്ക് ഇട്ടുകൊടുക്കാൻ കുറച്ച് സിമ്പതി വർക്കൗട്ട് ആകുന്ന രീതിയിൽ പാവം തോന്നിക്കുന്ന രീതിയിലുള്ള കുറെ ഇമേജുകളും കുറച്ച് വീഡിയോ ക്ലിപ്പുകളും ഒക്കെ ഇട്ട് കൊടുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള മനഃപൂർവ്വമുള്ള സീൻ ക്രിയേറ്റ് ചെയ്യുകയാണ് അനുമോൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ ആഴ്ചയും അടുത്ത ആഴ്ചയൊക്കെ ഇത് തന്നെയായിരിക്കും നടക്കാൻ പോകുന്നതും. കാരണം ഇത് അവസാന സമയത്ത് ഇനി അനുമോളെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ മുന്നിൽ ഒരു മാസായി നിന്ന് അല്ലെങ്കിൽ തന്റേതായിട്ട് അഭിപ്രായങ്ങളും നിലപാടുകളും പറഞ്ഞു മുന്നോട്ട് വന്ന് പ്രേക്ഷക മനസ്സിൽ സ്ഥാനം പിടിക്കാൻ അനുമോളെ സംബന്ധിച്ച് നടപടിയുള്ള കാര്യമല്ല. അപ്പോൾ പിന്നെ സിമ്പതി വർക്കൗട്ട് ആക്കുക എന്നത് മാത്രമാണ് അനുമോളെ സംബന്ധിച്ച് എയിം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഇനി അതൊക്കെ തന്നെയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. എന്നാണെന്നുണ്ടെങ്കിലും അനുമോളുടെ അടുക്കളയിലെ നാടകം അവസാന ഘട്ടത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനഘട്ട പെർഫോമൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വീണ് മണ്ടന്മാരായിട്ടുള്ള കുറെ പ്രേക്ഷകരും കാണും വോട്ട് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട്. സോ നിങ്ങൾ പ്രേക്ഷകർ തീരുമാനിക്കുക, ഇതുപോലെയുള്ള നാടകങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളെ പറ്റിക്കുന്ന ഇതുപോലെയുള്ള അഭിനയത്തിനൊക്കെ വോട്ട് കൊടുക്കണോ? പ്രത്യേകിച്ച് ഒരു കണ്ടന്റും കൊടുക്കാതെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നല്ല നിലവാരമുള്ള കണ്ടന്റ് ഒന്നും കൊടുക്കാതെ ഗെയിമുകളൊന്നും നല്ല രീതിയിൽ ചെയ്യാതെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലുള്ള അഭിപ്രായങ്ങളും നിലപാടുകളും ഇല്ലാതെ ഈ ഒരു സീസണിലേക്ക് വന്ന അനുമോളെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ പ്രേക്ഷകർ തീരുമാനിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്തു കൊള്ളുക. സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല സംഭവങ്ങളൊന്നും നോക്കണ്ട. കാരണം അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പ്രേക്ഷകർ ഉണ്ടായിരിക്കാം, എന്നാൽ ഇല്ലാത്ത ഒത്തിരി പ്രേക്ഷകരുമുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിൽ PR ഏജൻസികൾ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സംഭവങ്ങളും കാണിക്കും. അതിലൊന്നും പോയി വീഴാതിരിക്കുക. അറ്റ്ലീസ്റ്റ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്തെങ്കിലും നിലവാരമുള്ള കണ്ടന്റുകൾ കൊടുത്ത് അല്ലെങ്കിൽ ഗെയിമുകൾ പെർഫോം ചെയ്ത സ്വന്തം നിലപാടുകളും അഭിപ്രായങ്ങളും പറഞ്ഞവരെയൊക്കെ കയറ്റിക്കൊണ്ടുവരിക. ഇതുപോലെ ഒരു PR സപ്പോർട്ടിന്റെ പുറത്തും അതുപോലെ സിമ്പതി കാർഡ് ഇറക്കിയും വുമൺ കാർഡ് ഇറക്കിയും ഒരു രീതിയിലുള്ള നിലവാരമില്ലാത്ത കണ്ടന്റുകളും വാർത്താനങ്ങളും പറഞ്ഞ് തീർത്തും മോശമായ രീതിയിൽ വരുന്ന കണ്ടസ്റ്റന്റിനെയൊക്കെ മുന്നോട്ട് കയറ്റിക്കൊണ്ട് വരാതിരിക്കുക. അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.